Hello guys, thanks for checking back on my channel, Mr. Chef. ഇന്ന് നമ്മളുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മളുടെ ചാനലിൽ വളരെയധികം റിക്വസ്റ്റ് കിട്ടിയ ചിക്കൻ 65ന്റെ റെസിപ്പിയാണ്. ചിക്കൻ 65 എന്ന് പറയുമ്പോൾ ഇതൊരു അപ്പിറ്റൈസർ ഡിഷ് ആണെങ്കിൽ കൂടെ തന്നെ നമ്മളുടെ മെയിൻ കോഴ്സ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ ജ്യൂസി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ഡിഷാണ്. ഈ ഒരു ഡിഷിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒറിജിനേറ്റഡ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ തമിഴ്നാട് അല്ലാന്നുണ്ടെങ്കിൽ സൗത്ത് ഇന്ത്യൻ ഡിഷാണ്. ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത്, വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഫുൾ വീഡിയോ കാണുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഞാൻ വീഡിയോയുടെ ഇടയിൽ വളരെയധികം ടിപ്സും ട്രിക്സും ഒക്കെ പറഞ്ഞു തരുന്നുണ്ട്. അത് നമ്മളുടെ കുക്കിങ്ങിൽ നമ്മളുടെ റെസിപ്പി പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനും വളരെയധികം ഈസി ആയി കിട്ടാനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ടിപ്പുകളാണ്. അപ്പോൾ നമ്മളുടെ വീഡിയോ ആദ്യം കാണുമ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. അതിനുശേഷം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ കുക്കിംഗ് പാർട്ട് മാത്രം കണ്ടാലും നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ അത് എളുപ്പമാക്കാനായിട്ട് നമ്മുടെ വീഡിയോ നമ്മൾ പല ചാപ്റ്ററുകളായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾ താഴത്തെ ബാർ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പല ഡിവൈഡായിട്ട് കാണുന്നതാണ്. ഏത് പാർട്ടാണ് കാണാൻ താല്പര്യമുള്ളതെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് ഡിസൈഡ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ആ പാർട്ട് കാണുവാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. പക്ഷേ നിങ്ങൾ ആദ്യം കാണുമ്പോൾ ഫുൾ വീഡിയോ കാണുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നമ്മളുടെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മളുടെ കുക്കിങ്ങിൽ നമ്മളുടെ റെസിപ്പി പെർഫെക്ഷൻ ചെയ്യാനുള്ള കുറേ ടിപ്സുകൾ ഞാൻ അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഫോളോ ചെയ്യാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ആവശ്യമായുള്ള എല്ലാ ഐറ്റംസും ഞാനിവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മളുടെ ചിക്കൻ നമുക്ക് എങ്ങനെ മാരിനേറ്റ് ചെയ്യാൻ നോക്കാം. ആദ്യമായി തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് നോക്കാം. നിങ്ങൾക്ക് കാണാവുന്ന മാതിരി നമ്മൾ ഏകദേശം ഒരു മീഡിയം സൈസിൽ അല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ചിക്കൻ 65 നമ്മൾ ഈ രീതിയിൽ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്യുവാനായിട്ട് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മളൊരു 4 ഗ്രീൻ ചില്ലിയും കൂടി ഇട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഗ്രീൻ ചില്ലിയും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അടുത്തതായി നമ്മൾ ഉപയോഗിക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല കളർ കിട്ടുവാനായിട്ടും എന്നാൽ അധികം എരിവ് വരാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ്. നിങ്ങൾക്ക് കാശ്മീരി ചില്ലി പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിന് പകുതിയായിട്ട് റെഗുലർ ചില്ലി പൗഡർ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അടുത്തത് നമ്മൾ 1 ടീസ്പൂൺ ക്രഷ് ചെയ്ത ഹോൾ ചില്ലി നമ്മൾ ഇതിലേക്ക് ഇടുന്നുണ്ട്. 3/4 ടേബിൾ സ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, ചെറുതായി ചോപ്പ് ചെയ്തെടുത്ത 2 ഇതള് കറിവേപ്പില. അടുത്തായി നമുക്ക് പൊടിക്കുന്ന കല്ലെടുത്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി നമുക്ക് ഇതിലേക്ക് ഇടാം. 1 ടീസ്പൂൺ പെരിഞ്ചീരകം കൂടെ നമുക്ക് ഇതിലേക്ക് ഇടാം. അതിനുശേഷം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ഫൈനായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി നിങ്ങൾക്ക് പൊടിക്കുന്ന കല്ലില്ലെന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നമുക്ക് മിക്സി ഉപയോഗിച്ചാലും കുഴപ്പമില്ല. പക്ഷേ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫൈനായിട്ട് ഒരിക്കലും പൊടിച്ചെടുക്കാനായിട്ട് പാടില്ല. നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പൊടിച്ചെടുത്ത മുഴുവൻ മല്ലിയും പെരിഞ്ചീരകവും, 4 ടേബിൾ സ്പൂൺ കോൺസ്റ്റാർച്ച് ഇല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ, 2 ടേബിൾ സ്പൂൺ ഗ്രാം ഫ്ലവർ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കടലമാവിൻ്റെ പൊടി, 1 എഗ്ഗ്, നല്ല നീരുള്ള ഒരു നാരങ്ങ നമുക്കിതിലേക്ക് പിഴിച്ചൊഴിക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിത് നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഏകദേശം 1 മണിക്കൂർ തുടങ്ങി അരമണിക്കൂർ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് എടുത്ത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. നമ്മളിന്ന് ഉപയോഗിക്കുന്ന ചിക്കൻ ബോണിൻ ചിക്കനാണ്, അതായത് ചിക്കൻ വിത്ത് ബോണാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ബോൺലെസ് ചിക്കൻ ഉപയോഗിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ ബെറ്ററാണ്. പിന്നെ നമ്മളുടെ ബോൺലെസ് ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതിൻ്റെ വീഡിയോ നമ്മളുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അത് കണ്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞ മാതിരി തന്നെ നമ്മളുടെ ഈ റെസിപ്പി പല രീതിയിലും പല ഷെഫ്മാരും ഉണ്ടാക്കാറുണ്ട്. അപ്പം ഞാൻ കണ്ടതിൽ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കിയതിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ ഇന്ന് പ്രിപ്പയർ ചെയ്യുന്നത്. സാധാരണ ചിക്കൻ 65 ഉണ്ടാക്കുമ്പോൾ അതിൽ ആൾക്കാർ അരിപ്പൊടി ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഞാനിന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ഗരം ഫ്ലവറാണ്. ആ ഗരം ഫ്ലവർ ഉപയോഗിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കുറച്ചും കൂടെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് റൈസ് ഫ്ലവർ അല്ലെന്നുണ്ടെങ്കിൽ അരിപ്പൊടിയാണ് ഉപയോഗിക്കാൻ താല്പര്യം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഗരം ഫ്ലവറിന് പകരം നിങ്ങൾക്ക് അരിപ്പൊടി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അത് നിങ്ങൾക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ സെയിം റെസിപ്പി ഫോളോ ചെയ്യാനാണ്. അത് നല്ല ഒരു ടേസ്റ്റിലുള്ള റെസിപ്പി നമുക്ക് ഉണ്ടാക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അടുത്ത സ്റ്റവ് എടുത്ത് വെച്ചതിന് ശേഷം ഓണാക്കി നമുക്കൊരു സോസ് പാൻ എടുത്തു വയ്ക്കാം.
ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള ഓയിൽ നമുക്ക് ആഡ് ചെയ്യാം. ഓയിൽ നന്നായി ചൂടായെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ചിക്കൻ നമ്മൾ ഓയിലിലേക്ക് ഇടുമ്പോൾ ഓരോ പീസും നമ്മൾ സെപ്പറേറ്റ് ചെയ്തിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ എന്ത് സാധനവും ഫ്രൈ ചെയ്യുമ്പോൾ നമ്മളുടെ ഓയിൽ ഹൈ ടെമ്പറേച്ചറിലേക്ക് ആദ്യം കൊണ്ടുവരിക. നമ്മൾ എന്ത് ഐറ്റം നമ്മൾ ഫ്രൈ ചെയ്തതിന് മുമ്പ് നമ്മളുടെ ഓയിൽ നല്ല രീതിയിൽ ചൂടായെന്നോ ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ അതിലേക്ക് നമ്മളുടെ ചിക്കൻ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന ഐറ്റം അതിലേക്ക് ഇടുക. അതുവഴി നമ്മൾക്ക് എന്താണ് ഗുണം എന്ന് ചോദിച്ചാൽ നമ്മളുടെ മാരിനേഷൻ ഇളകി പോകാണ്ട് അത് പെട്ടെന്ന് തന്നെ ഇതിൽ അറ്റാച്ച് ആവാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതുമാതിരി തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് എന്തെങ്കിലും സാധനം നമ്മൾ ഓയിലിലേക്ക് ഇട്ടതിന് ശേഷം അറ്റ്ലീസ്റ്റ് 1 മിനിറ്റ് നേരം നമ്മൾ ഇത് ഇളക്കാണ്ട് തന്നെ വെക്കുക. കാരണം നമ്മൾ ഇളക്കി കഴിഞ്ഞാൽ നമ്മളുടെ മാരിനേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ബാറ്റർ ഇളകി പോകാനായിട്ട് ഇത് കാരണമാകും. അപ്പോൾ ഏകദേശം 1 മിനിറ്റ് ഫിനിഷ് ആയതിനു ശേഷം മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് മറിച്ചിടുക അല്ലാന്നുണ്ടെങ്കിൽ ഇളക്കിയിടുക. അതുവഴി നമ്മളുടെ മാരിനേഷനൊക്കെ നമ്മളുടെ മീറ്റിൽ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫ്രൈ ചെയ്യുന്ന എന്താണോ അതിലേക്ക് നന്നായിട്ട് അറ്റാച്ച് ചെയ്ത് ഇത് ഇളകി പോകാണ്ടിരിക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇത് നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്പാണ്. അപ്പോൾ അത് ഉറപ്പായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏകദേശം 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്ന മാതിരി നമ്മളുടെ ചിക്കൻ്റെ മാരിനേഷൻ ഒട്ടും തന്നെ ഇളകി പോയിട്ടില്ല. കാരണം നമ്മൾ 1 മിനിറ്റ് നമ്മൾ അനക്കാണ്ട് തന്നെ വെച്ചു. അതിന് ശേഷം മാത്രമാണ് നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കിയിടുന്നത്. ഇളക്കിയിട്ടതിന് ശേഷം നമ്മളുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം നമുക്കൊരു മീഡിയത്തിലേക്ക് കൊണ്ടുവരാം. മീഡിയത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നിങ്ങളുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിമിൻ്റെ സ്ട്രെങ്ത് അനുസരിച്ച് 15 തുടങ്ങി 20 മിനിറ്റ് വരെ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ചിക്കൻ റെഡിയാവും. അടുത്തായി നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഗൈസ് നമ്മൾ ഏകദേശം ഒരു 15 മിനിറ്റ് തന്നെ ഫ്രൈ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ചിക്കൻ ഇവിടെ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാവുന്ന മാതിരി ഒരു ഡാർക്ക് ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട്. അടുത്തായി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാം നമ്മുടെ ഓയിലിൽ ഒട്ടും തന്നെ മസാല ഇളകി ഇതിനകത്ത് സ്പ്രെഡ് ആയിട്ടില്ല. കാരണം നമ്മൾ ആദ്യത്തെ 1 മിനിറ്റ് നേരം ഇളക്കാണ്ട് വെച്ചുകൊണ്ട് മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോഴും അതേമാതിരി തന്നെ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തത് നമുക്ക് സെയിം ഓയിലിലേക്കൊരു 4-5 ഗ്രീൻ ചില്ലി നടുവേ കട്ട് ചെയ്തതും ഒരു 3 കറിവേപ്പിലയും കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഗൈസ് നമ്മുടെ ചിക്കൻ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് സ്ലൈസ് ചെയ്തെടുത്ത ഓനിയൻ നമുക്ക് സൈഡിലേക്ക് വെക്കാം. അതുപോലെ തന്നെ വെഡ്ജായി കട്ട് ചെയ്ത കുറച്ച് ലെമണും കൂടെ നമുക്ക് സൈഡുകളിൽ വെക്കാം. അടുത്തതായി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത കറിവേപ്പിലയും പച്ചമുളകും കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊന്ന് ആഡ് ചെയ്യാം. Now we have the final product, chicken 65. അപ്പോൾ കഴിച്ച് നമ്മളുടെ ചിക്കൻ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ മാതിരി നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഉള്ളിൽ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ജ്യൂസി ആയിട്ട് തന്നെയാണ് നമ്മളുടെ ചിക്കൻ ഇരിക്കുന്നത്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. നല്ല അടിപൊളി റെസിപ്പിയാണ്. നിങ്ങൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സെയിം റെസിപ്പി തന്നെ ഫോളോ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഓവർ ഫ്രൈ ചെയ്യാണ്ട് കറക്റ്റ് 15 മിനിറ്റ് മാത്രം കുക്ക് ചെയ്തുകൊണ്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞ ആ പ്രൊസീജിയർ തന്നെ എക്സാക്ട്ലി ഫോളോ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ചിക്കൻ 65 ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. ഗൈസ് അതുമാതിരി തന്നെ നമ്മളുടെ വീഡിയോയ്ക്ക് എല്ലാവരും ഓരോ ലൈക്സ് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും ക്വസ്റ്റ്യൻസും കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. ഞാൻ എല്ലാ കമൻസിനും ഞാൻ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. അതുമാതിരി തന്നെ നിങ്ങളുടെ ഫുഡി ഫ്രണ്ട്സിന് റെസിപ്പികൾ ഷെയർ ചെയ്യുക. അതുവഴി നമ്മളുടെ ചാനൽ ഗ്രോ ചെയ്യാനായിട്ട് അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. എല്ലാവരും ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും എഴുതി അറിയിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഇതുമായിട്ട് വീഡിയോസ് കാണുവാനായിട്ട് ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മളുടെ ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഓൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഹോം പേജിൽ വരുന്നതാണ്.
കുറേ പേര് നമ്മളുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബെല്ലൈക്കൺ ഓൺ ആക്കിയാൽ മാത്രമാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. എനിവേ ഗായ്സ്, ഇതൊരു അടിപൊളി റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്യുക. നല്ല ക്രിസ്പി ആയിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ക്രിസ്പിയാണ്, ജ്യൂസിയാണ്. മലയാളികളായിട്ടുള്ള അല്ലാതെ സൗത്ത് ഇന്ത്യൻസ് ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി റെസിപ്പി തന്നെയാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ ഉണ്ടാക്കാം. സോ ഈറ്റ് ഗുഡ് ഫുഡ്, സ്റ്റേ ഹെൽത്തി, ആൻഡ് ഐ സീ യു വിത്ത് എ ഡിഫറെന്റ് വീഡിയോ. ബൈ.